മുത്തുനബി അവസാനപ്പെടുത്തുന്നവനെ വഹാബിയുള്ളൂ. വഹാബിയാണോ മുത്തുനബി? നിസ്കരിച്ചിട്ട് എന്താ കാര്യം? എന്ത് നിസ്കാരം ചങ്ങായി? മുത്തുനബിൻ്റെ ബഹുമാനമുണ്ട്. മുത്തുനബിൻ്റെ ബഹുമാനം ഇല്ലാത്തവന് എന്ത് നിസ്കാരം ചങ്ങായി? അല്ലാഹു തആല നമുക്ക് ആ വസല്ലിമു തസ്ലീമ എന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ ചേർത്ത് തരട്ടെ. അതിലാണ് ഏൽപ്പിച്ചു കൊടുക്കുക. ഇത് അർത്ഥം വെക്കണം, മനസ്സിലായി? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി. അള്ളാഹുവിൻ്റെ മലക്ക് റസൂലുള്ളാഹിക്ക് സ്വലാത്ത് പറയുന്നുണ്ട്, സലാമും പറയുന്നുണ്ട്, ഒക്കെ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ സ്വല്ലു അലൈഹി, നിങ്ങൾ സ്വലാത്ത് സലാമും പറയും വേണം. വസല്ലിമു തസ്ലീമ, നിങ്ങളെ പൂർണ്ണമായി റസൂലുള്ളാഹിക്ക് ഏൽപ്പിച്ചു കൊടുക്കും വേണം. നബി നിങ്ങൾ പറയണമായി. ഞാൻ വർത്താനല്ല, നിങ്ങളെന്താ പറയാനെ? നബീനെ കൊണ്ട് എൻ്റെ വീട് അവസാനിക്കുന്നുണ്ട്, നബീനെ കൊണ്ട് എൻ്റെ വീട് തുടങ്ങുന്നുണ്ട്. മഗ്‌രിബിന് മുമ്പ് എന്താ വീട്ടിൽ ചെല്ലേണ്ടത്? മങ്കൂസ് മൗലൂദ്. സുബൈനും എന്താ? മങ്കൂസ് മൗലൂദ് തന്നെ, അല്ലെങ്കിൽ ദീവാന്, അല്ലെങ്കിൽ ബുർദ. ഒരു 10 വരിയെങ്കിലും ചൊല്ലിക്കോ. فإن فضل رسول الله ليس له حد فيعلب عن هناطق بفمه مولاي صل وسلم. ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ ഒരു 20 കൊല്ലം എനിക്കറിയാം. ഒരു വൃദ്ധനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വൃദ്ധയായ ഭാര്യ മരിച്ചു. ഒരു 20 കൊല്ലം മുമ്പാണ് ഈ സംഭവം. എന്നിട്ട് ഇയാളെന്നും പോയിട്ട് മീസാൻ കല്ലിൽ ഇരുന്ന് ചുംബിക്കും. ആ വൃദ്ധൻ, മരിച്ചതും വൃദ്ധ. ഇയാൾക്കൊരു 90 വയസ്സുണ്ട് ഞാൻ ഇയാളെ കാണുമ്പോൾ. അതുപോലെ വൃദ്ധയായ ഭാര്യ മരിച്ചു. എന്നിട്ട് എന്നും രാവിലെ പോയി അവിടെ കുത്തിരുന്ന് യാസീൻ ഓതി മീസാൻ കല്ല് ചുംബിക്കും. ഈ കല്ലിനെ അയാൾ ആരാധിക്കുക? ഈ കല്ലിനെ ആരാധിക്കുക അയാൾ അല്ല, ഇഷ്ടമാണ്. ആരോട്? ആ ഭാര്യയോട്, അവിടെ കിടക്കുന്ന ആളോട് ഇന്ന് ഇഷ്ടമാണത്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നമ്മളെ തടി ഏൽപ്പിച്ചു കൊടുക്കാത്ത കാലത്തോളം നമ്മൾ നന്നാവില്ല. ഈ ആയത്തിനെ മറ്റേ ആയത്തോട് വ്യാഖ്യാനിക്കാം. സലാത്തില്ലിക്കോ, സലാമു ചൊല്ലിക്കോ. സലാമൊക്കെ സലാത്തുപ്പെടും. ഇനി സലാം വേറെ പറഞ്ഞു, ഒരു വിരോധമല്ല. പക്ഷെ തസ്ലീമ് നടക്കണം. തസ്ലീം പറഞ്ഞാൽ നീ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ആർക്ക്? റസൂലുള്ളാഹിക്ക്. ഇനി അതിലൊന്നുമില്ല. നബി വെട്ടി മിൻ മുഹമ്മദ് റസൂലില്ല എന്നത് വെട്ടണം എന്നത് സനാദീദ് ഖുറൈശി പ്രമുഖർ പറഞ്ഞു. ഹുദൈബിയ സന്ധി അലി ബിൻ അബി ത്വാലിബ് വെട്ടിയില്ല. അപ്പോൾ റസൂലുള്ളാഹ് അതിന് വാങ്ങിയിട്ട് നബിയാണ് വെട്ടി. മിൻ മുഹമ്മദ് റസൂലില്ല, മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ല എഴുത. മിൻ മുഹമ്മദ് റസൂലില്ല എന്ന് ഞങ്ങൾ അംഗീകരിക്കൂല. അത് ഞങ്ങൾ അംഗീകരിച്ചാൽ പിന്നെ ഈ തർക്കത്തിന് അർത്ഥമില്ലല്ലോ. ആയിക്കോട്ടെ, അലിയാണ് മാസ്തുബ, ഞാൻ വെട്ടൂല. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുതുക. അപ്പോൾ റസൂലുള്ളാഹ് പറഞ്ഞു വെട്ടുക. ഞാൻ വെട്ടൂല. എനിക്ക് റസൂലുള്ളാഹ് എന്ന വാക്ക് വെട്ടാൻ കഴിയൂല. അപ്പോൾ റസൂലുള്ളാഹ് വാങ്ങി നബിയാണ് വെട്ടി. നബി വെട്ടിയെങ്കിൽ വർത്താനമില്ല. നബി വെട്ടിയാളാണ് ശരി, നബി നിർത്തിയതാണ് ശരി. മനസ്സിലല്ലേ? ചിന്തിക്ക്. നബി കാര്യം പറഞ്ഞാൽ അതാണ് ശരി. ഖൈബറിന്റെ ദിവസം നേരം വെളുക്കുമ്പോൾ പറഞ്ഞു, റായ, ഞാൻ നാളെ നേരം വെളുക്കുമ്പോൾ കൊടി കൊടുക്കും ഒരാൾക്ക്. അയാൾക്ക് അള്ളാഹിനെ ഇഷ്ടം, അള്ളാഹ്ക്ക് അയാളെ ഇഷ്ടം. അയാളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ കൊണ്ട് ഈ ഖൈബറിനെ ഫതഹാക്കുക തന്നെ ചെയ്യും. ഖൈബറിൻ്റെ യുദ്ധം അവസാനിക്കുക. നാളെ അയാൾ ഈ കൊടിയും കൊണ്ട് പടക്കളത്തിലാണ് ഇറങ്ങിയാൽ അന്നോടുകൂടെ യുദ്ധം അവസാനിക്കും. അങ്ങനത്തെ ഒരാളുണ്ട്. ആ ആളെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടം. ആ ആൾക്ക് അള്ളാഹിനെ ഇഷ്ടം. നേരം വെളുക്കുമ്പോൾ സുബഹിക്ക് ആളെ പറഞ്ഞുതരാവും. എല്ലാവരും പോയി കിടന്നുറങ്ങി. നേരം വെളുക്കുമ്പോഴൊന്നുമായിരുന്നു, ഞാനായി. നേരം വെളുക്കുമ്പോൾ എല്ലാവരും വന്നിരുന്നു. ഒന്നാം സഫിൽ കയറിയിട്ട് ഞാൻ ലേശം മുന്നേക്ക് നീങ്ങിയിരുന്നു. നിസ്കാരം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഞാൻ അല്പം മുന്നേക്ക് നീങ്ങിയിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് ഞങ്ങൾ പറയാം, എന്തിന്? നബിനെ കണ്ടോട്ടെ, കാരണം എനിക്ക് ആ ലിസ്റ്റിൽ കയറണം. ഏത് ലിസ്റ്റിൽ? അല്ലാഹുവിന് അയാളെ ഇഷ്ടാണ്. തന്നെ ഇവിടെ വർത്താനം. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു എല്ലാവരും
എന്നെ അട്ടക്കി പിടിച്ചിരിക്കുക. ആരെ പേരാ അതിന് അലിയോട് ചോദിച്ചു. അപ്പോൾ അലിക്ക് സുഖമില്ല, റളിയല്ലാഹു അൻഹു തമ്പിൽ കിടക്കുക. അത് പറ്റൂല, കൊണ്ടിരുന്നു. അപ്പോൾ കണ്ണിൽ ചോര ഇറങ്ങിയിട്ട് കാണണം വയ്യ. അപ്പോൾ റസൂലുള്ളാഹി ഫഅദ്ഖല സബ്ബാബതഹു ഇലാ ഫമിഹി, ആ വയിലേക്ക് ഈ മുസബ്ബഹ വരൽ ഇവിടെ കയറ്റിച്ചു. ഉമിനീരെടുത്ത് കണ്ണിൽ കൂടിയാണ് പുരട്ടി, കൊടിയാണ് കൊടുത്തു പോയിക്കോറും. ഞാൻ വേറെ ആർക്കും വല്ല വർത്താനുണ്ടോ? ഈ സിദ്ദീഖുൽ അക്ബറിനെ പോലത്തെ എത്ര വലിയ ആളുകളൊക്കെ ഉണ്ടായിട്ട് ഈ ആൾക്കാണുള്ളപ്പോൾ ഇത് കൊടി കൊടുക്കാന്നൊക്കെ. പുറത്ത് ചായപ്പീടി ഒന്നാണ്ട് ആരെങ്കിലും കുറുകുറെന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ ചായപ്പീടി ഇതൊന്നും വർത്താനം പറയും, ചായയും പൊട്ടും നിന്നതിൻ്റെ അടിയിൽ പറഞ്ഞു. എന്നാലും അങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ജനിക്കണ മുമ്പ് നബി വഫാത്തായത്. കാരണം നമ്മൾ കാഫിറാവുമല്ലോ. അങ്ങനെ പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കും. കൊടിയും കൊണ്ടുപോയി അൽ ഫതഹാക്കുകയും ചെയ്തു. അയാൾക്ക് സർട്ടിഫിക്കറ്റാണ്, അള്ളാഹുവിന് അയാളെ ഇഷ്ടമാണ്. അപ്പം നമുക്കൊക്കെ ഇഷ്ടമാണ്. ഇനി ഷിയാന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പാനോട് നമുക്ക് ചെലവ് പറഞ്ഞോളി. റഹ്മത്തുള്ളാഹി ഖാസിമി ഷിയാണ് പറഞ്ഞാലടാ, പറയാത്തതിലും പറഞ്ഞോളി. എനിക്ക് അലി റളിയല്ലാഹു ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പേര് ഷിയാക്കണതും എനിക്കിഷ്ടമാണ്. ഇനി ഒരാൾ ഷിയ, ഞാൻ ഷിയല്ല, ഞാൻ ഷിയ ആകരുതെന്ന് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് ഇല്ലേ? പറഞ്ഞിട്ടില്ലേ? നമ്മളാരും ഷിയാകരുത്. ഷിയ വിശ്വാസം വേറെ, അതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. അതേ സമയത്ത് അലി റളിയല്ലാഹു അൻഹു നമ്മളെ മുതലാ. അവരെ 12 ഇമാമികളുണ്ട്, അവരൊക്കെ സുന്നികളാണ്. അവർക്ക് 12 ഇമാമ. അവസാനത്തെ ഇമാമാണ് മഹദി. അവരും ആരെന്നെയാണ്. ഇവരെ 12 ഇമാമും ആരാ? ഷിയാക്കൾക്ക് 12 ഇമാമുകളാണ്. ഈ 12 ഇമാമുകളും ആരാണ്? സുന്നികളാണ്. എന്താ ഉറങ്ങണത്? ഷിയയായ ഒരു ഇമാമും ആ കൂട്ടത്തിലില്ല. ഒരൊക്കാരാണ് സുന്നികളാണ്, ഒക്കെ സുന്നികളാണ്. ഞാൻ മൂസൽ കാദിം റളിയല്ലാഹു അൻഹുവിൻ്റെ മാത്രം എത്ര ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ആരാണവർ? ഞാനവരെ മക്ബറയിലേക്ക് കാലിൽ വാഹനം നിർത്തിയിട്ട് 4 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. നടക്കണം 4 കിലോമീറ്റർ നടക്കണം മക്ബറയിലെത്താൻ. മൂസൽ കാദിമിൻ്റെ തമ്മാടിക്കൂട്ടങ്ങളായ ചില രാഷ്ട്രീയക്കാർ കൊന്നിട്ട് ടൈഗ്രീസ് നദിയുടെ പാലത്തിൻ്റെ അടി കൊണ്ടേയിട്ടു. ആരെ? മൂസൽ കാദിമിനെ റളിയല്ലാഹു അൻഹു എന്ന് പറയാതെ എന്തിനടാ നാവ്? ഷെയ്ഖ് അബ്ദുൽ ഖാദറിൻ്റെ ഒക്കെ വല്യാപ്പയാണ് മൂസൽ കാദിമാണ്. നെല്ലും പതിരും വേർതിരിച്ച് ഈ അവരുടെ പ്രധാനപ്പെട്ട ഇമാമാണ് ആര്? മൂസൽ കാദിം. ഈ മൂസൽ കാദിമാരാ? മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വല്യാപ്പ, നമ്മളെ നേതാവ്. ഷിയാക്കൊക്കെ ഒരു ചുക്കൂല്ല. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായി. അവരെ ഇമാമിങ്ങൾ സുന്നത്യമായത്തിൻ്റെ നേതാക്കളാണ്. ആദ്യത്തെ ഇമാം സയ്യിദുന അലി നമ്മളെ നേതാവല്ലേ? സയ്യിദുന ഹസൻ നമ്മളെ നേതാവല്ലേ? സയ്യിദുന ഹുസൈൻ പറയടോ, മുഹമ്മദുൽ ബാഖിർ, ഇതൊക്കെ നമ്മളെ നേതാക്കൾ. ജാഫർ സാദിഖ്, ആരാ ജാഫർ സാദിഖൊക്കെ? എത്ര നമ്മൾ പറയുന്നത് ജാഫർ സാദിഖിന് മാത്രം റളിയല്ലാഹു അൻഹു എന്ന് പറയണം. നമ്മളെ നേതാക്കന്മാരല്ലേ? മനസ്സിലായില്ലേ? ചിന്തിക്കണം. അതേ സമയത്ത് അവരൊക്കെ നമുക്ക് ഇഷ്ടമാണ്, അവരൊക്കെ ഇഷ്ടമാണ്. ചെറിയ ഇഷ്ടമൊന്നുമല്ല. അല്ലാഹു തആല അവരെ നമ്മളെയും സന്തോഷത്തിൻ്റെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അപ്പോൾ വളരെ ഇതൊക്കെ നബിക്കേൽപ്പിക്കുക. വസല്ലിമു വസല്ലിമു തസ്ലീമാ വസല്ലിമു തസ്ലീമാ. അവർ അതാരാ മനസ്സിലാക്കണം. അതിന് എന്തെങ്കിലും നന്നാ പിന്നാന്ന് പറയരുത്. പിൽക്കാലഘട്ടക്കാരായ ദുനിയാവിൻ്റെ അഹ്ലുകാർ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് അഹ്ലു ബൈത്തിൻ്റെ ഒന്നും സംഭവിക്കൂല. അവരൊക്കെ മഹാന്മാർ തന്നെയാണ്. അവരെ കൂടെ ആകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇവിടെ വസല്ലിമു വസല്ലിമു തസ്ലീമാ വസല്ലിമു, നിങ്ങൾ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. പുണ്യ റസൂലിന് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. തസ്ലീമാ. ചിന്തിക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാന യുഹദ്ദിസു അനിൻ നബിയിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് പറയുന്നു. അപ്പോൾ മകനായ ഔഫ് ഇടയിൽ എന്തോ വർത്തമാനം പറഞ്ഞു. എന്തോ ഒരു വർത്താനം പറഞ്ഞു.
അപ്പോൾ പറഞ്ഞു ലാ ഉകല്ലിമുക അബദാ ഖതഅത ഹദീഥ റസൂലില്ലാഹ്, ഇനി മിണ്ടൂലടാ ഞാൻ നിന്നോട്. ഖതഅത ഹദീഥ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഹദീഥിനെ മുറിച്ചില്ലേ. ഞാൻ പഠിച്ചോനെ എന്തിനാ ഇത് പറഞ്ഞ്? എന്തിനാ പറഞ്ഞ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ് മനസ്സിലായില്ല. ഒരു ഹദീത്ത് പറയുന്നതിൽ ഇടയിൽ എന്തോ കയറി ഒരു വാക്ക് പറഞ്ഞു പോയി അവിചാരിതമായി. ആര്? ഔഫ്. മനസ്സിലായില്ലേ? ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി. ആരുടെ മകൻ? ഇബ്നു ഉമർ തങ്ങളുടെ മകൻ. അപ്പോൾ ദേഷ്യം വന്നു. ലാ ഉകല്ലിമുക അബദൻ മുൻതുലൻ. ഒരിക്കൽ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മാലിക് ഇമാമിനെ തേളടിച്ചു. മരുഭൂമിയിലെ മൂർഖം പാമ്പിനേക്കാൾ വിഷമാണ് എന്തിന്? തേള് കടിച്ചിട്ട് തൂങ്ങി. ജനം കാണുക. ഹദീസിലാണ്. ആ ഹദീസ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴത്തേനാണ് എന്തായത്? എഞ്ഞു വന്ന് തേള് കടിച്ചു. ആരെ? മാലിക് ഇമാമിനെ. കളർ മാറി. ശിഷ്യന്മാർ പേടിച്ചു. എന്താ ചെയ്യാ? എല്ലാരും നോക്കിയിരിക്കാണ്. തേള് കടിച്ചു. എന്നാ തേളിനൊന്നും ചെയ്തില്ല. തേള് കടിച്ചു തൂങ്ങി. എന്ത് നിർത്തിയില്ല? നിർത്തിയില്ല. തേള് കടിച്ചു തൂങ്ങി. ഹത്താ ഖാഫു അലൈഹിൽ മൗത. മാലിക് റളിയല്ലാഹു അൻഹു ഇപ്പോൾ മരിക്കുമെന്ന് സദസ്സിലുള്ളവർ ഭയപ്പെട്ടു. മുന്നിൽ പോകാൻ പേടി. അവരൊന്നും ചെയ്യണില്ല, അനങ്ങണില്ല, കാലനക്കിയില്ല. എന്താണ് കാലുമേ? മൂർഖം ബാബിനേക്കാൾ വിഷമുള്ള തേള്. ഹത്താ ഇൻതഹാ മിൻ ഹദീസ് റസൂലില്ലാഹ്. ഹദീസാണ് പൂർത്തിയായപ്പോഴാണ് ഭർത്താവിനെ നിർത്തിയത്. എന്തേ? റസൂലുള്ളാഹിന്റെ ഹദീസ് തുടങ്ങിയാൽ പിന്നെ അത് പൂർത്തിയാക്കാതെ നിർത്താൻ പാടില്ല. അതാണോ മാലിക് ഇബ്നു അനസ്? അതാണോ ഇമാം ഷാഫിന്റെ ഉസ്താദ്? അവരാണോ ഞങ്ങളെ നേതാക്കന്മാര്? അവരെ രോമത്തിനുണ്ടാണ് ഞാനും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി. ജാര്യ പിൻപറ്റണം, ജാര്യ വെക്കണം. ജാര്യ പിൻപറ്റി ഈ മഹാന്മാരെയാ ഒരത്ര ബഹുമ. അതാണ് വസല്ലിമു തസ്ലീമ. അതാണ്ട് ഏൽപ്പിച്ചു കൊടുക്കാണ്. ആർക്ക്? സുളാക്ക് ഏൽപ്പിച്ചു കൊടുക്കന്നെ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. പിന്നെ ഇമ്മ എന്ത് വന്നാലും വേണ്ടില്ല. ഒരു വഹാബിനെ കൊണ്ട് എനിക്കൊരു ലാഭം വേണ്ട. ഓൻ ആരാണെങ്കിൽ വേണ്ട. കാരണം ഓൻ ആരെ നിസ്സാരപ്പെടുത്തുന്നവനാണ്? മുത്തുനബിനെ നിസ്സാരപ്പെടുത്തുന്നവനല്ലാതെ വഹാബിയാവില്ല. മുത്തുനബി അവസാരപ്പെടുത്തുന്നവനെ വഹാബിയാവുള്ളൂ. വഹാബിയാണോ മുത്തുനബി? നിസ്കരിച്ചിട്ട് എന്താ കാര്യം? എന്ത് നിസ്കാരം ചങ്ങായി? മുത്തുനബിൻ്റെ ബഹുമാനമുണ്ട്. മുത്തുനബിന് ബഹുമാനം ഇല്ലാത്തവന് എന്ത് നിസ്കാരം ചങ്ങായി? അല്ലാഹു തആല നമുക്ക് ആ വസല്ലിമു തസ്ലീമ എന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ ചേർത്ത് തരട്ടെ. അതിലാണ് ഏൽപ്പിച്ചു കൊടുക്കുക. ഇത് അർത്ഥം വെക്കണം. മനസ്സിലായി? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അള്ളാഹിന്റെ മലക്ക് റസൂലുള്ളാഹിക്ക് സ്വലാത്ത് പറയുന്നുണ്ട്, സലാമും പറയുന്നുണ്ട്, ഒക്കെ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ സ്വല്ലു അലൈഹി, നിങ്ങൾ സ്വലാത്ത് സലാമും പറയും വേണം. വസല്ലിമു തസ്ലീമ, നിങ്ങളെ പൂർണ്ണമായി റസൂലുള്ളാഹിക്ക് ഏൽപ്പിച്ചു കൊടുക്കും വേണം. നബി നിങ്ങൾ പറയണമായി. ഞാൻ വർത്താനല്ല, നിങ്ങളെന്താ പറഞ്ഞ തന്നെ. നബിനെ കൊണ്ട് എൻ്റെ വീട് അവസാനിക്കണ്ട്, നബിനെ കൊണ്ട് എൻ്റെ വീട് തുടങ്ങുന്നുണ്ട്. മഗ്‌രിബിന് മുമ്പ് എന്താ വീട്ടിൽ ചെല്ലേണ്ടത്? മങ്കൂസ് മൗലൂദ്. സുബൈന് മുമ്പ് എന്താ? മങ്കൂസ് മൗലൂദ് തന്നെ, അല്ലെങ്കിൽ ദീവാന്, അല്ലെങ്കിൽ ബുർദ. ഒരു 10 വരിയെങ്കിലും ചൊല്ലിക്കോ. فإن فضل رسول لله ليس له حد فيعرب عنه ناطق بفمه مولاي صل وسلم دائما أبدا حبيبك خير الخلق كلهم. എനിക്കിന്ന് കൊണ്ടോട്ടിയിലൊരു പ്രസംഗമുണ്ട്. എല്ലാവരും ഇപ്പം വലിയ ബേജാറില്ല. ആ കൊണ്ടോട്ടി നേർച്ചാനെ പറ്റി ഉസ്താദ് പണ്ട് വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പ്രസംഗിക്കാൻ പോകുന്നുണ്ട് എന്ന്. ഇന്നത്തെ
അതിനകത്ത് അത്ര അന്തം എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് കുട്ടികളാ. അതിൻ്റെ അർത്ഥം അവിടെ ചെയ്യുന്നതൊക്കെ നല്ലതെന്നല്ല. അവിടെ ചെല്ലുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാ തങ്ങൾ എന്ത് ഉത്തരവാദിയാണ്. ഞാൻ മുഹമ്മദ് ഷാ തങ്ങളെ മാത്രം പറയാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഞാൻ ഈ ദുനിയാവിലെ ഏറ്റവും സ്നേഹിക്കുന്ന മഹാന്മാരിൽപ്പെട്ട തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ സദാ സിയാർത്ത് ചെയ്യുന്നത് എനിക്കറിയാം. ഞാൻ അവിടെ വെച്ച് അവരെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഉസ്താദ് കാപ്പിൽ ഉമർ മുസ്ലിയാർ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ കുപ്പപ്പള്ളിക്ക് പോയിട്ട് വേർന്ന് പോയിരുന്ന അറിയാം. ഒരു കുട്ടിക്ക് മീൻമുള്ളു കുടുങ്ങി. അപ്പോൾ വേഗം കുപ്പപ്പള്ളി പറഞ്ഞു വെച്ചു. അതവിടുത്തെ ഒരു കറാമത്താ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അതിനൊന്നും അവരുത്തരവാദിയല്ല. പിന്നെ പലരും പലതും ചെയ്യും. ഇപ്പം നമ്മൾ 2019 മാർച്ച് 29 ഈ ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ആളുകളുണ്ട്. ഞാൻ റഫീഖിനോട് പറഞ്ഞിട്ട് കുറച്ച് ചായ കൊണ്ടുവരണടാ. അപ്പോൾ ഓൻ കുറച്ച് ചായ സംഘടിപ്പിച്ചു. പിന്നെ അങ്ങനെ ആളായി. അപ്പം അങ്ങനെ അപ്പോൾ ആ പണി ഓൻ അവിടെ എടുക്കും, ഞാൻ അവിടെ ക്ലാസ് നടത്തും. അതാണ് തുടങ്ങി. പിന്നെ ആളും പാളുമൊക്കെ കൂടിയപ്പോൾ കുറച്ച് ആളുകൾ പറഞ്ഞു ഞങ്ങൾ കുറച്ച് തേൻ വെക്കും അവിടെ. ആയിക്കോട്ടെ. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പേർ പറഞ്ഞു ഞങ്ങൾ കുറച്ച് ശർക്കര വെക്കണുണ്ട് ഉസ്താദേ. ആയിക്കോട്ടെ. ഇനിയിപ്പോൾ കുറച്ചുകൂടി ആളുകൾ ഔലുവ വെക്കാൻ വരും. പിന്നെ ഒരു ഏന്ത്രോഞ്ഞാലും കൊണ്ടുവരും. അതിന് ക്ലാസ് എന്ത് ഉത്തരവാദിയാ? ഇനിയിപ്പോൾ ഇത് ഇനി 500-1000 ക്ലാസ്സൊക്കെ ആകുമ്പോൾ ആൾ കൂടുകയാണെങ്കിൽ ഏന്ത്രോഞ്ഞാലും ഉണ്ടാവും. അതൊക്കെ പലതും ഉണ്ടാവും. അതിന് ഇവിടെ എന്ത് ഉത്തരവാദിയാ? ഉസ്താദ് പറഞ്ഞു തന്നൊരു കാറ്റുണ്ട്. കാപ്പിൽ ഉസ്താദാണെന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മ ഉസ്താദ് പറഞ്ഞ എൻ്റെ ഓർമ്മ. കണ്യത്ത് സിയാറത്തിന് പോയി. ഊരിക്ക് സിയാറത്തിന് എന്ന് നോക്കുമ്പോൾ അവിടെ ആണും പെണ്ണുങ്ങളും അങ്ങോട്ട് നടക്കലും ഇങ്ങോട്ട് കിടക്കലും അവിടെ വർത്താനം ഇങ്ങോട്ടും അങ്ങനെ കുലുമാലും. അപ്പോൾ കണ്യത്തിന് ദേഷ്യം വന്നു. കണ്യത്തിന് ഭയങ്കര ശരിയാത്തിൻ്റെ കട്ടല്ലേ. നേരെ മക്ബറി കയറി പറഞ്ഞു നിങ്ങളിങ്ങനെ വല്ല ആളായി കടന്നോളി. അവിടെ ആണും പെണ്ണും ഇഖ്തിലാത്ത് ഒരു സുഖമല്ല പിടിക്കാൻ വരാൻ. ആണും പെണ്ണും പാച്ചിലും മണ്ടലും മനുഷ്യന്മാർക്ക് ഇവിടെ ജിയാർത്തിനായ വരെ നിർവാഹമില്ല. നിങ്ങളിങ്ങനെ വലിയ ആളായി ഇവിടെ കടന്നോളി എന്നാണ്. കണ്യത്തിന് ദേഷ്യം വന്നു. സ്വാഭാവികല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളിയിൽ പോയി നിസ്കരിച്ച് പിന്നെ അവിടെ സൈഡിൽ പള്ളീൻ്റെ സൈഡിൽ കിടന്ന് ഉസ്താദ് പറഞ്ഞ ഒരു ഓർമ്മയാണ്. ഉസ്താദാണ് എൻ്റെ ഓർമ്മ. 90% ഉസ്താദാണ്. അപ്പോൾ കണ്യത്ത് നാവൂരി പാപ്പാനെ സ്വപ്നം കണ്ടു. ഖാജ എന്താ പറയുക അവർ ഷൗലമീദ് നാവൂരി തങ്ങൾ സ്വപ്നം കണ്ടു. അപ്പോൾ പറഞ്ഞു ചങ്ങായേ ഞാൻ മരിച്ചു പോയി. നിനക്ക് മനസ്സിലായോ? ഞാൻ മരിച്ച ആളാ. ഞാൻ ജീവിച്ചിരിപ്പുള്ള ആളല്ല. ഞാൻ എന്നോ മരിച്ച ആളാ. ശരിയായിട്ട് നടപ്പിലാക്കേണ്ടത് എൻ്റെ കടമയല്ല. എന്നെ പോലെ ഇവിടെ എണീറ്റെടുക്കും ഓരോ കടമ. ഇവിടെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേറെ വേറെ ആക്കേണ്ടത് എന്നെപ്പോലത്തോലെ കടമയാണ്. എന്നെപ്പോലത്തോലെ ഈ പണിയെടുക്കാത്തിന് ഇന്നെ കുറ്റം പറയണ എന്താ കാര്യം? എൻ്റെ ശരിയായിട്ട് കൽപ്പനൻ്റെ കാലം കഴിഞ്ഞു. ഞാൻ മരിച്ചു ചങ്ങായി. അതല്ല സത്യം. അതാണ് സത്യം. അവിടെ ആളുകൾ പായണീന് ഖാജപ്പാപ്പ എന്ത് ഉത്തരവാദിയാ? ഇവിടെ ആളുകൾ ആണും പെണ്ണും പായണീന് അവർ ഷാവുൽ ഹമീദ് എന്ത് ഉത്തരവാദിയാ? ഇത്രേ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുള്ളൂ. പിൽക്കാലഘട്ടത്തെ ആളുകൾക്കൊക്കെ പല തെറ്റും സംഭവിച്ചിട്ടുണ്ടാവും. പിന്നീട് ഒക്കെ പല കോലത്തിലാക്കിയിട്ടുണ്ടാവും. അതിന് അവർ ഉത്തരവാദിയല്ല. അവർ പറഞ്ഞാൽ അത്രയും വലിയ മഹാനാണ്. അത്രയും വലിയ മഹാനാണ്. മനസ്സിലായില്ലേ? അല്ലാഹു തആല അവരുടെയൊക്കെ ദറജ അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. അവരെക്കൊണ്ടൊക്കെ എത്ര ആൾ മുഅ്മിനായി. അവർക്ക് അള്ളാഹിൻ്റെ വെളിച്ചം കൊടുത്ത മനുഷ്യന്മാരല്ലേ. എന്തിനാ നമ്മൾ അവരെയൊക്കെ കുറ്റം പറഞ്ഞ ആശാവുന്നത്? നമ്മളതിനൊന്നും മെനക്കെടേണ്ടടോ. ഇവിടെ തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ ഒരു പള്ളി ഉണ്ടാക്കി തുറന്നു കൊടുക്കാതെ എത്ര ആൾ വിമർശിച്ചു. പത്രത്തിലെഴുതി. ഒരാളൊരു വലിയ ഔലിയപ്പ പറഞ്ഞിട്ട് പത്രത്തിൽ ഫീച്ചർ വന്നു. ആളെ കയറ്റാത്ത പള്ളി. കുറേ ആളുകൾ പറഞ്ഞു ജിന്നു കൂടിയ മൂല്യം. ജിന്നുകളെ പള്ളിയാണ്. അവരൊക്കെ ദീനും ദുനിയാവും നഷ്ടപ്പെടും. അവരുടെ ദീനേയും ശേഷം ദുനിയാവേയും ആഖിറം തന്നെയും പൂക്കുമാതെന്നോറ്. കളിക്കണ്ട. കളിച്ചോലിക്ക് കളി പടിയും. അള്ളാൻ്റെ ആരിഫ്യങ്ങളോട് കളിക്കണ്ട. ജീവിച്ചിരിക്കുന്നോട് കളിക്കണ്ട, മറ്റോരും കളിക്കണ്ട.
നമുക്ക് തിരിഞ്ഞില്ലെങ്കിൽ തിരിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അജ് മുണ്ടാതെ നടന്നോ. റഹ്മത്തുള്ളാഹിനെ കുറ്റം പറഞ്ഞോ, അഹമ്മദ് ജാൻ തങ്ങളെ കുറ്റം പറഞ്ഞാൽ എൻ്റെ കഥ കഴിയും. എനിക്ക് ദുനിയാവ് ഉണ്ടാവില്ല, ആഖിറ ഉണ്ടാവില്ല. റഹ്മത്തുള്ളാഹിനോട് നിങ്ങൾക്ക് നിങ്ങളെപ്പോലത്തെ നിങ്ങൾ അത്തരം ഇല്ലാത്തൊരു അസുഖമായ മനുഷ്യനാണ്. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞോളി, അഹമ്മദ് ജാൻ തങ്ങളെ കുറ്റം പറയണ്ട. പറഞ്ഞാൽ എൻ്റെ തലയിൽ എത്ര കെട്ടുണ്ടെങ്കിലും എടാ എൻ്റെ മേൽ കുഫുർ ബാധിക്കാതെ ജീവൻ പോകില്ല. കാരണം അവരൊക്കെ അള്ളാൻ്റെ ഔലിയാക്കന്മാരാ. തൊട്ടാണ് കളിച്ചാൽ ഇടപെടും. ആരിടപെടും? അള്ളാഹു ഇടപെടും. അള്ളാഹു തല അള്ളാഹിൻ്റെ മാൻ തന്നെ അവരൊക്കെ ഏൽപ്പിച്ചു കൊടുത്തതാ. ആർക്ക്? മുത്തുനബിക്ക്. നമ്മളോ നമ്മൾ ഈ സലാത്തേ ഉള്ളൂ, ഏൽപ്പിച്ചിട്ടില്ല. വസല്ലിമു വസല്ലിമു തസ്ലീമാ. അബ്ദുൽ ഹമീദ് രണ്ടാമതിന് എനിക്ക് ഏറ്റവും ബഹുമാനം ഉണ്ടാകാൻ ഒരു കാരണം കൂടി ഉണ്ട്, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഖലീഫ അബ്ദുൽ ഹമീദ് രണ്ടാമൻ, 100ാമത്തെ ഖലീഫയാണ് അബ്ദുൽ ഹമീദ് രണ്ടാമൻ. അദ്ദേഹമാണ് ഗ്രീസിലേക്ക് നാട് കടത്തപ്പെട്ടത്. യുവതുർക്കികളുടെ അത്താതുർക്കിനെ പോലത്തെ ഒരു അദ്ദേഹത്തെ നാട് കടത്തി. അദ്ദേഹത്തോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അവരുടെ ചരിത്രത്തിൽ സംഭവമുണ്ട്. ഒരു തുർക്കിയായ മനുഷ്യൻ കച്ചവടം ചെയ്ത് പൊളിഞ്ഞു. എന്നും സ്വലാത്തിലും ദ്വാർക്കും. ഒരു ദിവസം സുൽത്താൻ സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? സുൽത്താനെ സ്വപ്നം കണ്ടു. പറഞ്ഞു, നാളെ കൊട്ടാരത്തിലേക്ക് പോയിക്കോ, അവിടെ എൻ്റെ അബ്ദുൽ ഹമീദ് ഉണ്ട്. അബ്ദുൽ ഹമീദ് ഇന്നലെ രാത്രി എൻ്റെ കടമ പൂർത്തിയാക്കിയിട്ടില്ല. എനിക്ക് തരേണ്ട കടമ ഇന്നലെ രാത്രി പൂർത്തിയാക്കിയതാണ് അബ്ദുൽ ഹമീദ് ഉറങ്ങിയത്. ആ കടമ ഞാൻ പൊരുത്തപ്പെടണമെങ്കിൽ എൻ്റെ കടം വീട്ടിത്തരാം എൻ്റെ അബ്ദുൽ ഹമീദിനോട് പറയാറുണ്ട്. ഇയാൾ നേരെ ഇയാൾക്ക് എന്താ സംഭവം എന്നറിയില്ല. അയാൾ നേരെ കൊട്ടാരത്തിൽ പോയി. കൊട്ടാരത്തിൽ അയാൾ എത്തിയപ്പോഴത്തിന് ദർബാർ അടക്കാണ്. അപ്പം പുറത്താക്കി. അപ്പം ഇയാൾ പറഞ്ഞു, പിന്നീട് എന്നെ പുറത്താക്കിയ വിവരം രാജാവ് പറഞ്ഞാൽ നിങ്ങളെ പുറത്താക്കും. അങ്ങനത്തെ ഒരു വിഷയം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വെറുതെ വരികയില്ല. അപ്പോൾ ഈ ആളുകൾ പോയി, ഉദ്യോഗസ്ഥന്മാർ പോയി അബ്ദുൽ ഹമീദിനോട് പറഞ്ഞു, ദർബാറിൽ നിന്ന് എണീറ്റ് പോകുക, ആളൊക്കെ പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ പറഞ്ഞു, അവർ പോയി പറഞ്ഞു, ഇത് ഒരാൾ വന്ന് വാശി പിടിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കാര്യമുണ്ട്, അത് എന്നെ ഇപ്പം പുറത്താക്കിയാൽ ഞാൻ തിരിച്ചു പോകും, പക്ഷേ പിന്നീട് ആ കാര്യം രാജാവ് പറഞ്ഞാൽ നിങ്ങളെ പുറത്താക്കും. എന്നാൽ പറയുന്നുണ്ട്, എന്നാൽ വരാൻ പറയുമോ? ഒന്നു. എന്തിനൊന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ മേൽ കടമുണ്ട്. അപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു. എനിക്ക് നിങ്ങൾ മേൽ കടമോ? അപ്പോൾ അത് ഉണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു. അപ്പോൾ റസൂൽ പറഞ്ഞു, എൻ്റെ അബ്ദുൽ ഹമീദിന് എൻ്റെ മേൽ കടമുണ്ട്, നിൻ്റെ കടം തീർത്താലേ ഞാൻ അബ്ദുൽ ഹമീദിനോട് പൊരുത്തപ്പെടുമെന്ന് പറഞ്ഞാളാ, അപ്പോൾ കടം കൂട്ടി തരുന്നു. അയാൾ അബ്ദുൽ ഹമീദ് സിംഹാസനത്തിൽ നടിച്ചു. എന്തു നബി പറഞ്ഞു ചോദിച്ചു. എൻ്റെ അബ്ദുൽ ഹമീദിന് ഇന്നലെ എൻ്റെ മേൽ കടമുണ്ട്, കടത്തോടു കൂടി ഉറങ്ങിയത്. അബ്ദുൽ ഹമീദ് എല്ലാ രാത്രിയും 1000 സ്വലാത്തിലും ഇന്നലെ ക്ഷീണം കാരണം സ്വലാത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ കണ്ടത് ആരെ തന്നെ തന്നെ കീഴെടുത്തു കൊടുത്തു. എത്ര കടന്നു വെച്ചു? കീഴെടുത്തു കൊടുത്തു. സ്വർണത്തിൻ്റെ കീഴ് എടുത്തു കൊടുത്തു. അപ്പം പിന്നെ അബ്ദുൽ ഹമീദിന് പൂതി കേൾക്കാൻ. എന്താ നബി പറഞ്ഞു വെച്ചു. എൻ്റെ അബ്ദുൽ ഹമീദിന് ഇന്നലെ രാത്രി എൻ്റെ മേൽ കടമുണ്ട്, ആ കടം പൂർത്തി, നിന്റെ കടം വീട്ടിയാലേ ആ കടം ഞാൻ പൊരുത്തപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എടുത്തു കൊടുത്തു. അയാൾ പിന്തിരിയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ നബി പറഞ്ഞു വെച്ചു, എൻ്റെ അബ്ദുൽ ഹമീദിന് ഇന്നലെ രാത്രി എൻ്റെ മേൽ കടമുണ്ട്, പിന്നെ എടുത്തു കൊടുത്തു. അപ്പോൾ ബാക്കിലൂടെ പ്രധാനമന്ത്രി വന്നാണ് പറഞ്ഞു ഇപ്പോൾ തന്നെ രാജാവ് ഫക്കീറാണ്, നീ ഇനിയും രാജാവിനെ ഫക്കീറാക്കല്ലേ. അന്ന് ഉസ്മാനിയ കൊട്ടാരം തകർന്ന് തരിപ്പണായ സാഹചര്യം, നാടാകെ കടാണ്, യൂറോപ്പിൽ നിന്ന് കടം വാങ്ങി ജീവിക്കുകയാണ്. അന്നാണിത് പറയുന്നത്. ഒക്കെ എടുത്തു കൊടുത്തു, കൈ കെട്ട് വലിച്ചുണ്ടേ. അബ്ദുൽ ഹമീദ് മനസ്സിലായി, ഇതാണെന്ത് വസല്ലിമു തസ്ലീമാ. എനിക്ക് അബ്ദുൽ ഹമീദിനെ കുറ്റം പറഞ്ഞാൽ പൊള്ളും. അബ്ദുൽ ഹമീദിനെ തെറ്റിട്ടുണ്ടാവും, തെറ്റ് രാജാക്കന്മാർക്കൊക്കെ പറ്റും. മനസ്സിലാവുണ്ട് പറഞ്ഞത്. എനിക്ക് അബ്ദുൽ ഹമീദ് പറഞ്ഞ ഒരു സംഭവമാണ്. ഞാൻ അബ്ദുൽ ഹമീദ് രണ്ടാമിനെ ആരെക്കാൾ ബഹുമാനിക്കും. ഇതാണ് സംഭവം. അത്ര ഇഷ്ടമായിരുന്നു ആരെ? റസൂലുള്ളാഹിനെ. ബോംബ് വെച്ചില്ലേ? ഒന്നും പറ്റിയില്ലല്ലോ. കാറിന് ബോംബ് വെച്ചിട്ട് ഒന്നും പറ്റിയില്ല. കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ മണ്ണ് കൊണ്ടേക്കും. കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ അബ്ദുൽ ഹമീദ് രണ്ടാമൻ മണ്ണുകൊണ്ട് നോക്കും. എന്തിന്? കുറച്ചപ്പുറത്തേക്ക് നടക്കണം, അവിടെയാണ് വെള്ളപ്പൈപ്പ്.
ഉളു എടുക്കണമെങ്കിൽ ഉറങ്ങിയ ഉളു പോകുമല്ലോ, ദായിമുൽ ഉളുവാ. അപ്പം എണീറ്റ് കട്ടിൽ ഇരുന്നിട്ട് തൊഹാറത്തില്ലാതെ നടക്കരുത് എന്നൊരു നിർബന്ധം. അപ്പം എണീറ്റിട്ട് ഈ മണ്ണെടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? തയമം ചെയ്യും, എന്നിട്ട് വെള്ള പൈപ്പിലേക്ക് കടക്കുള്ളൂ. അവരാരായാലെന്താ? എനിക്ക് അബ്ദുൽ ഹമീദിനെ ഭയങ്കര ഇഷ്ടം. എന്തുകൊണ്ട്? അവർക്ക് അത്ര ഇഷ്ടമാണ്. ആര്? സുൽത്താനെ. വസല്ലിമു തസ്ലീമാ. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൽ നസീർ. പാപികളായ ഞങ്ങൾ ഇതൊക്കെ പറയാൻ മാത്രമേ ഉള്ളൂ. ഈ മജ്‌ലിസിലിരിക്കുന്ന മുതഅല്ലിമീങ്ങളെ ഹഖുണ്ടെങ്കിൽ പഠിച്ചാൽ, ഇൽമ പഠിക്കുന്ന ഖുർആൻ പഠിക്കുന്ന മക്കൾ ആ പരിശുദ്ധ കലാമിൻ്റെ ഹഖുണ്ട്, അവർ പഠിക്കുന്ന കലാമിൻ്റെ ഹഖുണ്ടെങ്കിലും ആ വസല്ലിമു തസ്ലീമയിൽ ഞങ്ങളെ ചേർത്ത് തരണമേ. വസല്ലിമു തസ്ലീമയിൽ ഞങ്ങളെ ചേർത്ത് തരണമേ. വസല്ലിമു തസ്ലീമ. ഇതിൻ്റെ അർത്ഥം മറക്കരുത്. ഇതിൻ്റെ അർത്ഥം ഒരാളും മറക്കരുത്. ഇതിൻ്റെ അർത്ഥം മറക്കരുത്. ഇത് വലിയ ആഴമുള്ള അർത്ഥമാണ്. അല്ലാഹുവേ ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണമേ, റൂഹ് നന്നാക്കി തരണം. മുത്തുനബിക്ക് തസ്ലീം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണമേ. മുത്തുനബിക്ക് ഏൽപ്പിച്ചു. ഒരിക്കലും ഞങ്ങളുടെ അമല് കൊണ്ട് സ്വർഗത്ത് കടക്കൂല. ഞങ്ങളെ കൊണ്ട് നിന്റെ പൊരുത്തത്തിലെത്തൂല. ഞങ്ങളെ മുത്തുനബിക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ. മുത്തുനബിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തൗഫീഖ് തരണം. ഇത്തരം സംഭവങ്ങൾ നൂറുകണക്കിന് തെളിവ് ഖുർആനിൽ കാണാം. ഈ ആയത്തിൻ്റെ അർത്ഥം ഇതാണ് എന്നതിന് നൂറുകണക്കിന് തെളിവ് ഖുർആനിൽ വേറെയുണ്ട്. മുത്തുനബിക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഞങ്ങളെ തടി ഞങ്ങൾ മുത്തുനബിക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. മുത്തുനബിക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. മുത്തുനബിക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഭാര്യക്ക് ഭർത്താവിനോളെ തടി ഏൽപ്പിച്ചു കൊടുത്താൽ അതിനേക്കാൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് മുത്തുനബിക്കാണ്. ഒരു പെണ്ണിനെ, എൻ്റെ ശിഷ്യകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണ്, ആ പെണ്ണിനെ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു. അങ്ങനെ നിസ്കരിക്കുന്ന കണ്ടില്ല. അപ്പം ചോദിച്ചു, കല്യാണം കഴിഞ്ഞു, അസറിന് രണ്ടാൾ പുരയിലെത്തി, നിസ്കരിച്ചില്ല. മഗ്‌രിബ് നിസ്കരിച്ചില്ല, ഇശാ നിസ്കരിച്ചില്ല. ഇവിടെ മലപ്പുറം ജില്ലയിൽ എൻ്റെ ശിഷ്യയായൊരു പെണ്ണ്. അപ്പോൾ എന്താ ഞാൻ നിസ്കരിക്കാത്ത? അപ്പം ഞാൻ നിസ്കരിക്കില്ല, ഞാൻ നിരീശ്വരവാദി, അള്ളി റസൂലൊന്നും വിശ്വാസമില്ലാറ്. ഓള് വേഗം ടോയ്ലറ്റ് കയറിയിട്ട് അമ്മാവനെ ഫോൺ ചെയ്തു. കുടുംബമല്ല, ബാപ്പ മരിച്ചു, ഉമ്മ കണ്ടു ചാടി മരിച്ചു, ഉമ്മക്ക് ഭ്രാന്തിയിരുന്നു. അങ്ങനത്തെ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി എന്ത് ചെയ്തു? വിളിച്ചു, വേഗം വരണം പോയി. ഓളെ തടി കൊടുത്തില്ല. എന്തുകൊണ്ട്? ഓളെ തടി ആർക്ക് കൊടുത്തിട്ടുണ്ട്? പത്തിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതന്നെ വസല്ലിമു. കാല് പിടിച്ചു. ആ മഹലിൻ്റെ സെക്രട്ടറി എന്നൊരു ഹമുക്ക് എനിക്ക് ഫോൺ ചെയ്തു. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോടെ ഉസ്താദ് എന്ന്. അതൊക്കെ നിങ്ങൾ വിചാരിച്ച അഡ്ജസ്റ്റ് ചെയ്യാൻ. ഈ ജാതി കെൽബുകളാണ് മഹലിലെ സെക്രട്ടറി. അവിടുത്തെ മഹലിലെ സെക്രട്ടറി ആ കെൽബ് എനിക്ക് ഫോൺ ചെയ്തു. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോടെ ഉസ്താദ്. എന്താ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്? അള്ളാഹുവിൻ്റെ റസൂലിന് എനിക്ക് വിശ്വാസമല്ല എന്ന് പറഞ്ഞ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ലീഗിനും കോൺഗ്രസിനും വോട്ട് ചെയ്യണം, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് അഡ്ജസ്റ്റ് ചെയ്ത ആകെ ഉൽപ്പിത്തനുണ്ടാക്കും. പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൂടെ? എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് ജിൻ്റെ മൂല്യമുണ്ടെങ്കിൽ എൻ്റെ മുഖത്തിനെ പണി ഞാൻ തീർത്തി. റബ്ബി നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد والآل والصحابة سلم.